നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കേസുകളിലും ജാമ്യം നേടി ജയിലിന് പുറത്തേക്ക്. 90 ദിവസമായിട്ടും കുറ്റപത്രം നൽകാത്തതിനാലാണ് ദ്വാരപാലക പാളിക്കേസിന് പിന്നാലെ കട്ടിളപ്പാളിക്കേസിലും ഇന്ന് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. ജയിലിന് പുറത്തിറങ്ങുന്ന പോറ്റിയെ പൂട്ടാൻ ED സമൻസ് നൽകും. അങ്ങനെ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച കേസിന്റെ ആസൂത്രകൻ എന്ന് SIT വിശേഷിപ്പിച്ച പ്രതിയും കുറ്റപത്രം നൽകാൻ വൈകിയതിന്റെ ആനുകൂല്യത്തിൽ ജയിലിന് പുറത്തിറങ്ങുകയാണ്. മുരാരി ബാബുവിനും ശ്രീകുമാറിനും സുധീഷിനും പിന്നാലെയാണ് ഒന്നാം പ്രതി പോറ്റിക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത്. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ നോക്കാം. പയ്യന്നൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രാവർത്തികമായതോടെ എടത്തിരുത്തി പഞ്ചായത്തിൽ നെൽകൃഷിക്ക് വൻ വിജയം. പയ്യന്നൂർ പൂക്കോട്ട് പാടശേഖരങ്ങളിൽ നെൽകൃഷി സജീവമായി. ആവശ്യപ്പെട്ട പണം നൽകാത്തതിനാൽ യുവാവിനെ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. സംഭവത്തിൽ ഒഡീഷ സ്വദേശി രാഷ്ട്രപതി ഉധാൻ സിംഗിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. PN പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് സാനിറ്ററി നാപ്കിൻ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി. ജില്ലാതല വിതരണോദ്ഘാടനം ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. എടത്തിരുത്തി പയ്യന്നൂർ പൂക്കോട്ട് പാടശേഖരങ്ങളിൽ നെൽകൃഷി സജീവമായി. പയ്യന്നൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രാവർത്തികമായതോടെയാണ് എടത്തിരുത്തി പഞ്ചായത്തിൽ നെൽകൃഷിക്ക് വൻ വിജയം നേടാനായത്. വെള്ളക്കുറവ് മൂലം ഉപേക്ഷിക്കപ്പെട്ടിരുന്ന പാടങ്ങൾ വീണ്ടും പച്ചപ്പണിയുകയും നെൽകൃഷി സജീവമാവുകയും ചെയ്തു. എടത്തിരുത്തി പയ്യന്നൂർ പൂക്കോട്ട് പാടശേഖരത്തിൽ കടവത്ത് കുമാരന്റെയും ആശാരിപ്പറമ്പിൽ തങ്കമണിയുടെയും നേതൃത്വത്തിലാണ് ഇത്തവണ നെൽകൃഷി നടത്തിയത്. മികച്ച വിളവാണ് ലഭിച്ചത്. വിളവെടുപ്പ് ഉത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ ഷനിത ലെനിൻ, ഷാജഹാൻ, VV സുവിഷ്, കൃഷി ഓഫീസർ മേഘ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വിനിത എന്നിവരും പങ്കെടുത്തു. കാർഷിക മേഖലയെ ഈ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയൊക്കെ വളരെ ഉപകാരമായി കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും കൂടുതലായിട്ട് ഇവർ കൃഷി ചെയ്യാനും ഒക്കെ വളരെ താല്പര്യത്തോടു കൂടിയാണ് കുമാരനും മറ്റുള്ളവരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതിൽ അവരെല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മളുടെ മനസ്സിൽ നമ്മുടെ ആശയമുണ്ടായിരുന്ന നമ്മുടെ നാട്ടികയുടെ നെല്ലറ എടത്തിരുത്തി എന്ന് അറിയപ്പെട്ടിരുന്നത് അതിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പണം ആവശ്യപ്പെട്ടത് നൽകാത്തതിനാൽ യുവാവിനെ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒഡീഷ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. ഒഡീഷ ശ്രീരാംപൂർ സ്വദേശി രാഷ്ട്രപതി ഉധാൻ സിംഗിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിനടുത്തെ ബാറിന് സമീപം ഉത്തർപ്രദേശ് ഗൗതം ബുദ്ധനഗർ സ്വദേശി രാജ്കുമാറിനെയാണ് ആക്രമിച്ചത്. പ്രതി ആവശ്യപ്പെട്ട പണം നൽകാത്തതിലുള്ള വൈരാഗ്യത്താൽ രാജ്കുമാറിനെ കല്ലുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ സാലിം K, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കവർച്ചാ കേസിൽ ഉൾപ്പെട്ട പ്രതിയെ അറസ്റ്റ് ചെയ്തു. അസ്മാബി കോളേജ് ചള്ളിയിൽ വീട്ടിൽ വൈശാഖ് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ഉത്തരവ് ലംഘിച്ച് പടിഞ്ഞാറെ വെമ്പല്ലൂരുള്ള വീട്ടിൽ പ്രവേശിച്ചതിനാണ് വൈശാഖ് കുമാറിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. വൈശാഖ് കുമാർ മതിലകം, കൊടകര പോലീസ് സ്റ്റേഷനുകളിലായി 1 വധശ്രമ കേസും 3 അടിപിടി കേസും അടക്കം 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. മുജിരി ആർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ലോക പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് മാധവ മേനോന്റെ ഓർമ്മദിനം ആചരിച്ചു. കോട്ടപ്പുറം മുസ്രിസ് ആംഫി തിയേറ്ററിൽ നടന്ന ചടങ്ങ് മുൻ ലളിതകലാ അക്കാദമി സെക്രട്ടറി R ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്നേക്കാൾ മുഖ്യമായി നേരത്തെ സംസാരിച്ചവരും ഇനി സംസാരിക്കാനിരിക്കുന്നവരുമാണ് സംസാരിക്കാൻ പോകുന്നത് എനിക്കറിയാം. ഒരുപക്ഷെ ഒരു കലാചരിത്ര കുതുകി എന്ന നിലയിൽ മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ കലാചരിത്രം എന്ന് പറയുന്നത് പല വിടവുകളും പലതരത്തിലുള്ള എന്താ പറയുക പൂരിപ്പിക്കപ്പെടാത്ത കുറേ സന്ദർഭങ്ങളുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ കലാചരിത്ര ഗവേഷണമായിട്ട് പോകുന്ന സമയത്താണ് അത് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാത്ത തരത്തിൽ നമുക്ക് വളരെ വേഗമായിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ചില ഇമേജസ് നമ്മുടെ മുമ്പിലുണ്ടാവും. ഉദാഹരണത്തിന് ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കേരളത്തിലെ കല ഏതാണെന്ന് ചോദിക്കുമ്പം നമ്മുടെ മുമ്പിലുള്ള ഒരു ഇമേജ് എടക്കൽ കേവ. മുജിരി വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ പ്രൊഫസർ ES സതീശൻ ആർട്ടിസ്റ്റ് മാധവ മേനോനെ സ്മരിച്ചു.
ആർട്ടിസ്റ്റ് മാധവ മേനോന്റെ മകൾ പാർവതി അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു. കവിയും ചിത്രകാരനുമായ ഡോക്ടർ സുധീഷ് കോട്ടെമ്പ്രം സംസാരിച്ചു. മാള വടമ്മ ദേവി വിലാസം ലോവർ പ്രൈമറി സ്കൂളിൽ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനാഘോഷവും അനുമോദന ചടങ്ങും നടന്നു. മാള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അത് നമ്മളൊരു ചടങ്ങായി നടത്തിയ ഒന്നല്ല, മനസ്സിൽ തട്ടി അധ്യാപകരുടെ കൂട്ടായ പ്രവർത്തനത്തോടുകൂടി ചെയ്തു തീർത്ത ഒരു പ്രക്രിയയാണ്. ഞാൻ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ്. നമുക്കിപ്പോൾ ഗവൺമെന്റ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുമായി ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പ്രൊജക്ട് സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ നടപ്പിലാക്കിയത്. അതിന് കാരണം ഈ 4ാം ക്ലാസ് കഴിഞ്ഞു പോകുന്ന കുട്ടികളെ എഴുത്തും വായനയും അറിയാത്തവരാണെന്ന് ഞാൻ ഇന്നലെ ഒരു ഇൻസ്പെക്ഷന് ഹൈസ്കൂൾ തലത്തില് 8ഉം 9ാം ക്ലാസ്സിലെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അഡീഷണൽ ആയിട്ട് കോച്ചിങ് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതിന്റെ ഒരു ഇൻസ്പെക്ഷൻ ചെന്നപ്പോ അവിടെ കണ്ടൊരു കാഴ്ച എന്ന് വെച്ചാല് വാർഡ് മെമ്പർ TR സുഖിൽ അധ്യക്ഷത വഹിച്ചു. കരിങ്കാളി ഫെയിം അനൂപ് പുതിയടത്ത് മുഖ്യാതിഥിയായിരുന്നു. മികച്ച അധ്യാപികയ്ക്കുള്ള MV ഡാനിയൽ അവാർഡ് നേടിയ MS സ്മിതയെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക സോജി ജോർജ്, KV ഷീബ, PTA പ്രസിഡന്റ് സുധി തോപ്പിൽ, ശശികല സന്തോഷ്, PR രമേശ്, SG ശ്രീലത, TS അബ്ദുൽ സലീം എന്നിവർ സംസാരിച്ചു. PN പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് 1 ലക്ഷം സാനിറ്ററി നാപ്കിൻ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി. സ്കൂൾ വിദ്യാർത്ഥികളുടെ ആരോഗ്യ സാക്ഷരത, തൊഴിൽ നൈപുണ്യ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായുള്ള പദ്ധതിയുടെ ജില്ലാതല വിതരണോദ്ഘാടനം ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ജില്ലയിലെ നിലമ്പേരൂർ എന്ന് പറയുന്ന LP സ്കൂളിലെ അധ്യാപകനായിരുന്നു. അധ്യാപകൻ മാത്രമല്ല, അദ്ദേഹം 1926-ൽ സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥശാല സ്ഥാപിക്കുകയും പിന്നീട് അദ്ദേഹം കേരളത്തിലെ മുഴുവൻ ഗ്രന്ഥശാലകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഗ്രന്ഥശാല പ്രസ്ഥാനം, സാക്ഷരതാ പ്രസ്ഥാനമൊക്കെ ആരംഭിച്ചിട്ടുള്ള മഹാനായിട്ടുള്ള ഒരാളാണ്. അറിവ് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ധാരാളം ജനങ്ങളെ ഉത്ബോധിപ്പിച്ച് നമ്മുടെ കേരളത്തിലിപ്പോൾ ജൂൺ 19 മുതൽ 26 വരെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരം ആചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കാണ്. PN പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ ഡോക്ടർ N ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA പ്രൊഫസർ KU അരുണൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രാവർത്തികമായതോടെ എടത്തിരുത്തി പഞ്ചായത്തിൽ നെൽകൃഷിക്ക് വൻ വിജയം. പയ്യന്നൂർ പൂക്കോട്ട് പാടശേഖരങ്ങളിൽ നെൽകൃഷി സജീവമായി. ആവശ്യപ്പെട്ട പണം നൽകാത്തതിനാൽ യുവാവിനെ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. സംഭവത്തിൽ ഒഡീഷ സ്വദേശി രാഷ്ട്രപതി ഉധാൻ സിംഗിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. PN പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് സാനിറ്ററി നാപ്കിൻ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി. ജില്ലാതല വിതരണോദ്ഘാടനം ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.